കേരള ഡിലൈറ്റ്സ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോ, അയർലൻഡ്, USA and Canada. How many kilometers from Washington DC to Miami Beach? Kilometers and kilometers. വെൽക്കം ടു മയാമി ബീച്ച്. അങ്ങനെ നമ്മൾ മയാമി ബീച്ചിലെത്തിയിരിക്കുകയാണ്. നമ്മൾ സ്വപ്നത്തിലോ വൈകിട്ട് 4 മണിയായപ്പോഴാണ് മയാമി ബീച്ചിലെത്തുന്നത്. 4 മണിക്ക് ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ബീച്ചും നൈറ്റ് ലൈഫും അങ്ങനെ പല പരിപാടികളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയിട്ട് എന്താണ് ഇവിടുത്തെ പരിപാടികളെന്നൊക്കെ നോക്കിയിട്ട് ബാക്കി പിന്നെ അല്ലേ അങ്ങനല്ലേ അങ്ങനെ എല്ലാം വഴിയെ ബീച്ചിന്റെ സമീപത്തെല്ലാം റെസ്റ്റോറന്റുകളും കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും ബാക്കിയുള്ള പരിപാടികളും ഇഷ്ടംപോലെ തെങ്ങൊക്കെ നിൽപ്പുണ്ട്. മയാമി ബീച്ച് എന്ന് പറയുന്ന ആ ഒരു സൗത്ത് ബീച്ച്, അതായത് മയാമി ബീച്ച് എന്ന് പറയുമ്പോൾ വലുതാണ്. സൗത്ത് ബീച്ച്, നോർത്ത് ബീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല പല ബീച്ചുകളുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് ബീച്ചിലാണ്. ഇതിന്റെ സമീപത്തോട്ടാണ് ക്രൂസ് ഷിപ്പുകളൊക്കെ പോകുന്നത്. പിന്നെ ഈ ഒരു റോഡ് അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നോർത്ത് ബീച്ച് എത്തും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ന്യൂഡ് ബീച്ച് ഉണ്ട്. അതിൻ്റെ പേരെന്താ? ഓൾ ഓവർ ബീച്ച് എന്ന് പറഞ്ഞ ഒരു ന്യൂഡ് ബീച്ച് ഉണ്ട്. പിന്നെ ഇങ്ങനെ നീണ്ട് കിടക്കാണ്. പിന്നെ അങ്ങ് ഇവരുടെ സ്ഥലം എത്തും, മറ്റേ ഫോർട്ട് ലോഡർഡേൽ. യെസ്, അവിടെ എത്തും. പിന്നെ അങ്ങനെ ഇതിങ്ങനെ നീണ്ട് കിടക്കുന്ന ആ ഒരു കിടില സെറ്റപ്പാണ് മയാമി ബീച്ച് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൗത്ത് ബീച്ചിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ നിറച്ച് തെങ്ങും അതേപോലെ തന്നെ പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ട് നല്ല ഗാർഡനൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ബീച്ചിൻ്റെ സൈഡിൽ കാണാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ മൊത്തം വീടുകളും ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും അതും നയനമനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് മയാമി ബീച്ചിലേക്ക് വരാം. ഇവിടെ വന്നൊരു കുളി പാസ്സാക്കിട്ടെ ഉപ്പുവെള്ളം അങ്ങ് പോകുമല്ലോ. ഇവിടെ എല്ലാം ഇതുപോലെയുള്ള കുളിക്കാനുള്ള സെറ്റപ്പുകളുണ്ട്. നമുക്ക് കുളിക്കാം, കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബീച്ചിലേക്കുള്ള വഴി. നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് കാണുന്ന പോലെ തന്നെ ബീച്ചിൻ്റെ സമീപത്തായിട്ട് റിസോർട്ടുകളോ കച്ചവടങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. നമ്മൾ ശരിക്കും നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ബീച്ചിലേക്ക് വരാൻ പറ്റുള്ളൂ. അതായത് മിനിമം ഇത് ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ നിന്ന് ഇത്രയും വന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ബീച്ചുകളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത് പലതരത്തിലുള്ള ആ ഒരു എന്താ പറയുക, പല സ്ഥലങ്ങളിൽ പല എൻട്രൻസുകളുണ്ട് ബീച്ചിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൈവസി ബീച്ചിൽ കുളിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ കിട്ടും. ഞാൻ കരീബിയൻ രാജ്യങ്ങളിലെല്ലാം ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അമേരിക്കയിൽ ഇത്രയും പോയിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. ഇല്ല, അമേരിക്കയിലെ ആദ്യത്തെ ബീച്ചാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നമ്മൾ ഇന്നിറങ്ങും. അമേരിക്കയിലെ ആദ്യത്തെ ബീച്ചാണ്. ഞാൻ അമേരിക്കയിൽ ബീച്ചിൽ ഇറങ്ങിയോ ഇതുവരെ? ഇല്ലല്ലോ. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നോക്കണം കേട്ടോ. ന്യൂയോർക്ക്, പിന്നെ ബോസ്റ്റൺ, വാഷിങ്ടൺ, ഫിലാഡൽഫിയ, ഇല്ല, ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ അമേരിക്ക വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ ഇവിടെ സൗത്തിൽ ഫ്ലോറിഡയിൽ മാത്രമേ പറ്റുള്ളൂ. ബാക്കിയെല്ലായിടത്തും എൻ്ററായി. ഇല്ല, എന്തെങ്കിലും മെറ്റൽസ് ഉണ്ടെന്ന് കേട്ടോ, ഗോൾഡ് ആരുടെയിലും വല്ലോ കൂരി വീണാലോ അല്ലെ കോയിൻസോ അങ്ങനെയുള്ള സംഭവങ്ങൾ തപ്പി നടന്നിട്ട് അത് പെറുക്കിയെടുക്കുന്ന ടീമാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ വലിയ ബീച്ച്, വെരി ബിഗ് ബീച്ച്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ദൂരെ സ്ഥലം നോക്കി, അടിപൊളി ഇഷ്ടംപോലെ സ്ഥലം. അങ്ങ് ദൂരെ ഒരു ക്രൂസ് പോകുന്നു. ഭയങ്കര കാറ്റാണല്ലോ. കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റ്. ഇവിടെ പരസ്യമായിട്ടൊക്കെ പോകുന്ന വണ്ടികൾ കണ്ടിട്ടില്ലേ? അതേപോലെ പരസ്യങ്ങളായിട്ട് പോകുന്ന ബോട്ടുകൾ വരെ ഇവിടെ നമുക്ക് കാണാം. ഡിജിറ്റൽ പരസ്യം, ഇങ്ങനെ പരസ്യങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്ന ടൈപ്പ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സീഗൾസ് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് കാണാം. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടോ. ആ വഴിക്ക് നടക്കാം, ഈ വഴിക്ക് നടക്കാം, ഇഷ്ടംപോലെ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെറുതെ കിടക്കുന്ന കാണാം. അവരൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വെയിൽ കഴിയാൻ വേണ്ടി കിടക്കുന്നതാണ്. പിന്നെ ചെയേഴ്സ് റെന്റിനെടുക്കാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വേറെന്താ ഇറങ്ങാല്ലേ? യെസ്. ഇവിടെ കടലിൽ നല്ല തിരയാണല്ലോ. അച്ചായ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മയാമി ബീച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് എടുത്താൽ മനസ്സിലാവും ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിങ്ടൺ DC ടു മയാമി ബീച്ച് എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിയാൽ അതിന് ഉത്തരം കിട്ടും കേട്ടോ. ശുചിത്വ ഫുള്ള് വെള്ളത്തിക്കളിയാ. മയാമി സൗത്ത് ബീച്ച് എന്ന് പറഞ്ഞ് കുറേ ദിവസമായി പരിപാടി തുടങ്ങിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറ്റിയില്ലല്ലേ. ഞാൻ വെള്ളത്തിലായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. പിന്നെ തിര വലുതായിട്ടില്ല, പക്ഷെ എന്താ പറയില്ല, ഇവിടെ 4 രീതിയിലാണ്. ലോയ്, പിന്നെ മോഡറേറ്റ്, മീഡിയം, ഹൈ എന്ന് പറഞ്ഞു. ഇന്ന് മോഡറേറ്റാ.
സ്ട്രീറ്റ് ഫുള്ള് വെള്ളത്തിക്കളിയാണ്. അതെ, അതുവഴി ഒരു ക്രൂസ് ഷിപ്പ് പോകുന്നുണ്ട്. ഇന്ന് ആള് കുറെ കുറവാ. ഇന്ന് വലുതായിട്ട് എന്നത്തെയും പോലെ ഇല്ല. ഇന്ന് കുറവാണ് ആള്. സുജിത്ത് ഫുൾ സിംഗിലാ. കയറി പോരുവാന്ന് തോന്നുന്നു. എന്നാ പറ്റി? അങ്ങോട്ട് ആഴെ കുറവല്ലേ? ആഴെ കുറവാ. അദ്ദേഹം പറഞ്ഞ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞത്. വീണ്ടും ഒരു കപ്പല് വരുന്നത്. വണ്ടേഴ്സ് ഓഫ് ദ സീസ് എന്ന് പറഞ്ഞൊരു കപ്പല് മയാമി തുറമുഖത്ത് നിന്ന് പുറപ്പെടാൻ വേണ്ടി വരികയാണ്. റോയൽ കരീബിയൻ ആയിരിക്കും മിക്കവാറും. ഒരു കപ്പല് പോയിട്ട് അവിടെ ആ ഭാഗത്തെത്തി. ഇത് കുറെ നേരം എടുക്കും അവിടെ എത്താനായിട്ട്. കണ്ടോ, കപ്പൽ യാത്ര ആരംഭിക്കുന്ന സ്ഥലം ശരിക്കും ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പോയപ്പോ മോസ്റ്റ് ഫേവറേറ്റ് ഡേറ്റോണ അല്ലേ? ആ ഡേറ്റോണക്കാട്ടി നല്ല ബീച്ചിലാണ്. പിന്നെ അല്ലാതെ ആ ഡേറ്റോണ ബീച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബീച്ചിൽ പോയിട്ട് അത് ഡ്രൈവ് ചെയ്യാൻ ഓക്കെ അത്രേ ഉള്ളൂ. പക്ഷെ അതിനെക്കാട്ടി അടിപൊളി ബീച്ച് ഇതാട്ടോ, ഒരു രക്ഷയില്ല. ഇതായത് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര തിരയായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അവിടെ വരെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ വരെ നമുക്ക് അരയറ്റം വെള്ളമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആഴമുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ മാത്രം ഈ തിരയടിക്കുന്ന സ്ഥലത്ത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അരയറ്റം വെള്ളമുള്ളൂ. അവരവിടെ നിൽക്കുക ലിറ്ററലി. കണ്ടില്ലേ, നമുക്ക് അവരെ കാണാം. ഭയങ്കര കാറ്റാട്ടോ ഇവിടെ. അങ്ങ് ദൂരെ മറ്റേ പാരച്യൂട്ട് മറ്റേ പാരാസെയിലിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നിറച്ച ആൾക്കാരാ. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ എന്തോരം ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഇതിപ്പോ നമ്മുടെ നാട്ടിലായിരുന്നുണ്ടെങ്കിൽ, നാടിനെ കുറ്റം പറയല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ബീച്ചിലെല്ലാം കപ്പലിന്റെ കച്ചവടവും പിന്നെ അതും ഇതും ഒക്കെ ആയിട്ട് ഫുൾ ഇവിടെ എല്ലാം കച്ചറയാവില്ലേ? എന്തോരം വേസ്റ്റും പ്ലാസ്റ്റിക്കും ഉണ്ടാവും. ഇവിടെ എത്ര ലക്ഷം ആൾക്കാരാണ് ഇവിടെ ഒരു ദിവസം വരുന്നത് നോക്ക്. എന്തെങ്കിലും ഒരു കച്ചറ ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. വേറെ ഒന്നും ഇവിടെ കിടപ്പില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്ത് നീറ്റാണ് ആ ബീച്ച്. പിന്നെ പശു ഇല്ല, പട്ടിയില്ല. പട്ടി ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതായത് അലിഞ്ഞു കറിഞ്ഞ് നടക്കുന്ന പട്ടികളല്ല, പട്ടീനെ കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്, അവരുണ്ട്. അതല്ലാതെ ഒരു പശുവോ അല്ലെങ്കിൽ ഒരു ചാണകമോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. നമ്മുടെ ഗോവയൊക്കെ ആ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഏത് വഴിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഗോവയൊക്കെ ശരിക്കും എത്ര നല്ല സ്ഥലമാണ്, പക്ഷെ അതൊക്കെ സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗോവയൊക്കെ പോകുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ഓഫ് ഓൾ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറി. പിന്നെ ക്രൗഡഡായി, ഡൊമസ്റ്റിക് ടൂറിസം കൂടി, ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ വരവ് കുറഞ്ഞു, ക്വാളിറ്റി ഓഫ് ആ ഒരു ബീച്ചസ് പോയി. ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം പശുവും ചാണകവും അതും കച്ചറ അലമ്പും. പിന്നെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഇസ് ചേഞ്ച് ഡിഫറെൻ്റ്ലി. പിന്നെ റിസോർട്ടുകളാണെങ്കിലും ബീച്ച് റിസോർട്ടുകളാണെങ്കിലും ഹോട്ടലുകളാണെങ്കിലും എക്സ്ട്രീംലി എക്സ്പെൻസീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗോവയിൽ നിങ്ങൾ ഹോട്ടൽ എടുത്ത് നോക്ക് വെറുതെ. ഗോവയിലെ ഹോട്ടൽസിൻ്റെ പകുതി പൈസയ്ക്ക് നിങ്ങൾക്ക് തായ്ലൻഡിലോ ഇന്തോനേഷ്യയിലോ പോയി താമസിക്കാം. ബാലി പോവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പൂൾ വില്ല കിട്ടും. ഗോവയിൽ ഒരു ബീച്ച് റിസോർട്ട് വേണമെങ്കിൽ മിനിമം 10,000 രൂപ കൊടുക്കണം. അതൊക്കെയാണ് അവസ്ഥ. പിന്നെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഗോവ ഫ്ലൈയിങ് ഈസിയാണ്, ട്രെയിനൊക്കെ പോകാൻ പെട്ടെന്ന് പോകാം. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഗോവയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് ഈസ് എക്സ്പെൻസീവ്. മൊത്തത്തിൽ ഡൊമസ്റ്റിക് ടൂറിസം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. കേരളത്തിൽ പിന്നെ നമുക്ക് ബീച്ചുകളുണ്ടെങ്കിലും തിരയുള്ള ബീച്ചുകളായതുകൊണ്ട് നമുക്ക് ബീച്ച് ടൂറിസം കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആകെയുള്ള വർക്കലയും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ലൈക്ക് നമുക്ക് ഇതുപോലെ സ്വിമ്മിങ്ങിന് പറ്റിയ ബീച്ചല്ല. കാരണം ഭയങ്കര തിരയുള്ള ഹെവി തിരയുള്ള ബീച്ചാണല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. കുറച്ചെങ്കിലും നല്ല ബീച്ചുകളുള്ളത് ഗോവയിലാണ്. പിന്നെ ആൻഡമാൻ്റെ ലക്ഷദ്വീപിൻ്റെ അവസ്ഥ അതെന്താണ് നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യാനാണ്? നല്ല നല്ല ദ്വീപുകളുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ഗുണവുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് വേറൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ തിരക്ക് എല്ലായിടത്തും സെയിമാണ്. കാറ്റ് നന്നായിട്ടുണ്ട്. തിരയുണ്ടെങ്കിലും ആൾക്കാർ ഇങ്ങനെ ചില്ലായിട്ടാണ് കാണുന്നത്. ഇതൊരു വല്ലാത്ത തിരയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വലിയ തിര വന്ന് അടയ്ക്കുന്ന അങ്ങനത്തെ തിരയല്ല. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷാലോ തിരയാണ്. ഇങ്ങനെ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുക. നീരാടുകയാണോ അതോ വെള്ളത്തിൽ ആറാടുകയാണോ എന്നുള്ളതാണ് സംശയം. നമ്മൾ ഈ വാട്ടർ തീം പാർക്കിലെ വേവ് പൂളിൽ പോയി കിടക്കില്ലേ, അതുപോലല്ലേ പിന്നെ ഇച്ചിരി മോഡറേറ്റ്, അതുകൊണ്ട് ഇത്രയും തിരയുള്ള കാറ്റ്. ശരിക്കും അവിടെയൊക്കെ വിട്ടറായിട്ട് ഇവിടെ ഒരു ചെറിയ തണുത്ത കാറ്റടിക്കും. ശരിക്കും ഞാൻ കരീബിയൻ പോയ സമയം റോങ് ആയിരുന്നോണ്ടാ. കരീബിയന്റെ സീസൺ ഇപ്പോഴാണ് ഈ ഒരു അല്ലേ. അവിടെയും കിട്ടും ഇതേപോലെ ഒരു ചെറിയ തണുത്ത കാറ്റ്. ഈ നോർത്തിൽ നിന്നുള്ള കാറ്റ് മൊത്തം ഇങ്ങോട്ട് അടിച്ചു വരും. നമുക്ക് സ്ഥലം പിടിച്ചാലോ? പിന്നെന്താ പോവാ. ഈ മനുഷ്യനവിടെ പോയിട്ട് കടലമ്മ കള്ളിൽ നിന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. എടോ താൻ എന്ത് മണ്ടനാ, ഈ ഇവിടുത്തെ കടലിന് ഇംഗ്ലീഷ് അല്ലേ അറിയുള്ളൂ. അങ്ങനൊന്നുമില്ല, ഇന്ത്യൻ ഓഷനോട്ടൊക്കെ കണക്ട് ആയി കിടക്കുന്ന എന്നാലും അറിയില്ല. എന്താ പറയാ, ഓഷ്യൻ മദർ ചോറിനല്ല എന്തൊരു ഇംഗ്ലീഷ്, കള്ളന്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു?
ഓഷ്യൻ മദർ തീഫ് എന്ന് എഴുതി വെച്ചാലല്ലേ ഇവിടുത്തെ കടലിന് മനസ്സിലാവുള്ളൂ. അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലേ, പിന്നെ ചിലപ്പോ സ്പാനിഷ് എഴുതിയാലും മനസ്സിലാവുമായിരിക്കാം. അയ്യോ എന്തായാലും കൊള്ളാം. അപ്പൊ ഇവിടെ സൂര്യൻ അവിടെ അപ്പുറത്ത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ബാക്ക്. ശരിക്കും ഇവിടുത്തെ എനിക്കൊരു ഇഷ്ടപ്പെട്ട സംഭവം അറിയാമോ, ഇത്രയും സിറ്റിയില് ഇത്രയും നല്ല ഒരു തിരക്കുള്ള സ്ഥലത്ത് ഇത്രയും പ്രൈവസിയോടുകൂടെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ കാടൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ല വൃത്തിക്ക് ഇട്ടിരിക്കുകയാണ്. ഈ ബീച്ചിന്റെ പരിസരത്ത് ഒരു സ്ഥലത്ത് പോലും കടയോ കിടയോ ഒന്നുമില്ല, ഒന്നുമില്ല. അതാണ് സംഭവം. അതാണ് ആകെയുള്ളൊരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ തെങ്ങ് കേരളത്തെക്കാട്ടി കൂടുതൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തെക്കാട്ടി കൂടുതൽ അതുപോലെ നമ്മൾ വണ്ടിയിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ അപ്പുറത്തെങ്ങാട്ടാന്ന് തോന്നുന്നു. ബീച്ചിൽ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കുളിക്കാനും കൈ കഴുകാനും കാല് കഴുകാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഉള്ള പൈപ്പ്, പിന്നെ അത് കുളിക്കാൻ പറ്റും, കൈയും കാലും എല്ലാം കഴുകാൻ പറ്റും. അതെ. അപ്പൊ ഫ്രഷ് വാട്ടറിനുള്ള ഇതുപോലുള്ള സെറ്റപ്പ് ഇവിടെ ഇതൊന്നല്ല, ഇവിടെ മുക്കിനും മൂലയ്ക്കും എല്ലാം വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ബീച്ചിൽ നിന്ന് ഇറങ്ങി കുളിയെല്ലാം കഴിഞ്ഞ് വി ആർ വാക്കിംഗ് ടു ദ വണ്ടി. ഇവിടെ ഈ റോഡിൽ ഈ ട്രാക്ക് കണ്ടോ, പച്ചക്കളറുള്ള ട്രാക്ക്, ദാറ്റ് ഈസ് ആക്ച്വലി ഫോർ ബൈക്സ്. അതായത് ബൈക്ക് എന്ന് പറഞ്ഞാൽ മോട്ടോർ ബൈക്ക് അല്ല, സൈക്കിൾസ്, നമ്മുടെ ബൈസൈക്കിൾസ്, അതിന് വേണ്ടിയുള്ള ട്രാക്കാണ് ഈ കാണുന്നത്. പിന്നെ പെഡസ്ട്രിയൻസിന് ഫുട്പാത്ത്, പിന്നെ അപ്പുറത്ത് വണ്ടികൾക്ക് വേണ്ടി ഇത് 2 സൈഡ് റോഡുണ്ട്, 1 വേ ആണ് ഇപ്പുറത്തും അപ്പുറത്തും കൂടെ. സോ അങ്ങനെ ഈ ഒരു ഏരിയ മാക്സിമം ക്രൗഡഡ് ആക്കാതിരിക്കാനായിട്ട് എങ്ങനെ അവർ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്. ബീച്ച് വോളിബോൾ ഉണ്ട്, പിന്നെ ബീച്ചിൽ തന്നെ പല ഏരിയാസ് പല ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പല ആൾക്കാർ പല രീതിയിൽ പോയിട്ട് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യും. ഇതിനകത്ത് തന്നെ മറ്റേ LGBT ആളുകൾക്കുള്ള ഏരിയ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അവിടെ നമുക്ക് മറ്റേ റെയിൻബോ ഫ്ലാഗ് കണ്ട്, ഇത് കണ്ടില്ലേ, ഈ റെയിൻബോ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ LGBT ആൾക്കാരായിരിക്കും ആ ഭാഗത്തുണ്ടാവുക. അങ്ങനെ ന്യൂഡ് ബീച്ച് എല്ലാ ടൈപ്പ് ബീച്ചും ഉണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി വന്ന് ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി കൊടുക്കുന്ന അമേരിക്കൻ സർക്കാർ, അല്ല ഫ്ലോറിഡ സർക്കാർ. അവിടെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി, ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മാറി ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറയാണ്ട് ഇന്ന് വീക്കെൻഡ് അല്ല, വീക്കെൻഡ്സിലാണ് യൂഷ്വലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ക്രൗഡാവുക. ഇഷ്ടംപോലെ ക്ലബ്ബുകളും പബ്ബുകളും ബാറുകളും അതും ഇതൊക്കെ ഉണ്ട്, ഇല്ലാത്ത സംഭവങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ പോകേണ്ടവർക്ക് അതൊക്കെ പോകാം. പിന്നെ എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ, ലൈക്ക് ഇന്നത്തെ വൈബ് എന്താണെന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടെ ഈ ഫുട്പാത്തിൻ്റെ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. ഭക്ഷണം കഴിക്കാൻ ഒത്തിരി വന്നു തുടങ്ങിയതേ ഉള്ളൂ. ചിലയിടത്തൊക്കെ തിരക്കുണ്ടാവും, ചിലയിടത്തൊന്നും തിരക്കുണ്ടാവില്ല. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഹോട്ടലും പിന്നെ അതിന് മുമ്പിലുള്ള ക്ലീവ്ലാൻഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബാർ, സ്പോർട്സ് ബാർ സെറ്റപ്പാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. ഇവിടെ പൂൾ പാർട്ടിയൊക്കെ ഉണ്ട്. ഡേ വാച്ച്, ഫ്രൈഡേ പ്ലേ, സാറ്റർഡേ, സൺഡേ സെക്സി സൺഡേ, അങ്ങനെ പല പാർട്ടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ബീച്ച് സൈഡ്. രാത്രി ആയപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഓരോ ചെറിയ ചെറിയ ഹോട്ടലുകൾ, ബൊളിവാർഡ് ഹോട്ടല്, സ്റ്റാർലൈറ്റ് ഹോട്ടല്, പിന്നെ ഇതെന്താണ് കോളനി ഹോട്ടല്, അങ്ങനെ 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 വീക്കെൻഡ് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാഡ് ബോയ് സിനിമ, സ്കാർഫേസ് അല്ലല്ലോ മറ്റേ ഗോഡ് ഫാദർ, നമ്മുടെ ഈ അൽപാച്ചിനോട് മറ്റേ മൂവിയൊക്കെ ഇല്ലേ, അതെല്ലാം അതിന്റെ ആ സീൻസ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ ഉണ്ട്. നമുക്ക് അതെല്ലാം ഇവിടെ ഷൂട്ട്, അതിന്റെ വണ്ടി ചിലപ്പോൾ ഇവിടെ കാണും, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, എനിക്ക് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് എനിക്കറിയത്തില്ല, ഈ ഭാഗത്ത് കുറച്ച് എന്തൊക്കെയോ കുറച്ച് തിരക്കും ബഹളമൊക്കെ നമുക്ക് കാണാം ഇഷ്ടംപോലെ. ആ വണ്ടിയാണിത്. അതെ, ഇതിന്റെ 2ാമത്തെ നില പുള്ളി വെടി വെച്ചിട്ട് ഇറങ്ങി വരുന്ന, മറ്റോമാരെ കീച്ചിട്ട് ഇറങ്ങി വരുന്നത്. ഓ, അതാണ് സംഭവം. അതെ, മറ്റേ ഓക്കെ, നമ്മളെ കോളനി ഹോട്ടൽ അല്ലേ, കോളനി ഹോട്ടൽ. അതിന്റെ മുമ്പിൽ വണ്ടിയൊക്കെ ഉണ്ട്, അതിന്റെ മുമ്പിൽ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അൽപാച്ചിനോ ഇരിക്കുന്ന വണ്ടി, അതിന്റെ മുമ്പിൽ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അടിപൊളി. ഇപ്പൊ ഈ കളറും സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനും ഇപ്പൊ ശരിക്കും ഒരു മയാമി വൈബായിട്ടുണ്ട്. ഇത് ഫാർമസി ആണല്ലേ, സീരിയസ് ഫാർമസി. കള്ളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഫാർമസി എല്ലാം അങ്ങനെയാണല്ലോ. ഇവിടുത്തെ ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളും കിട്ടും, സിഗരറ്റും കിട്ടും, മരുന്നും കിട്ടും, പിന്നെ ബേസിക് നെസസിറ്റി ആയിട്ടുള്ള എന്ത് സാധനങ്ങൾ വേണോ എല്ലാം കിട്ടും. ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇവിടുത്തെ ഫാർമസി. എല്ലാ സംഭവങ്ങളും കിട്ടുന്ന കടകളാണത്. മയാമി ബീച്ച് പോലീസിന്റെ വണ്ടി. ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ബാറിൽ കയറി വന്നു. ബാറെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ക്ലബ്ബാണ് ആക്ച്വലി. പക്ഷേ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ആരുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നൊരു സ്ഥലമാണ്. സോ ലിറ്ററലി ദർ ഈസ് നോ വൺ ടുഡേ. ഇവിടെ യൂഷ്വലി ഈ ടി വിയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനത്തെ പരിപാടികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ഭയങ്കര ക്രൗഡായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുള്ള ദിവസവും പിന്നെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ വരണം. അന്നേരം ആയിരിക്കും നമുക്ക് ഇതുപോലത്തെ വൈബൊക്കെ ഇവിടെ കിട്ടുക. ഇതൊക്കെ തന്നെ ഈ ബാക്കി കാണുന്ന ഈ സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നതൊക്കെ. ഇപ്പോൾ ആരുമില്ല, ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനും
അച്ചായനും മക്കല്ലനും അതെ നിങ്ങളെ നിങ്ങൾ ഐസ് എടുത്തില്ലേ മക്കല്ലനല്ലേ ഒരു ഗുമ്മൻ ഇരുന്നോട്ടെ ഓക്കെ അപ്പൊ അച്ചായൻ ചിയേഴ്സ്. ഒരു 8 മണി ആയപ്പോഴത്തേക്കിനും ഇവിടെ പാട്ടും ബഹളവും ഒക്കെ തുടങ്ങി. ഇവിടെയൊക്കെ കുറച്ച് കഴിയുമ്പോഴേ ആൾക്കാർ വരുള്ളൂ, അതാണ് പ്രശ്നം. ഇവിടെ ഡാൻസ് ഒക്കെ തുടങ്ങിയല്ലോ, അടിപൊളി. ഇവരിപ്പോ ഇറങ്ങി പുറത്ത് പോവും, അകത്ത് വരും, അങ്ങനെയാണ് പരിപാടി. ഡിന്നർ കഴിക്കാൻ വരുന്ന ആൾക്കാരാണ് ബേസിക്കലി. ഇവർക്കുള്ള എന്റർടൈൻമെന്റ് ആണ് ഈ പാട്ട് പാടുന്ന ആൾക്കാർ. അപ്പൊ ഇവരിങ്ങനെ ഇടയ്ക്ക് വരും, ഡാൻസ് കളിക്കും. അവര് ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ പോയി, ഇനി അടുത്ത ആൾക്കാർ വരും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി, പറഞ്ഞ പോലെ അതിങ്ങനെ രാത്രി രാവിലെ വരെ പോകുന്നു അല്ലേ? അവരിപ്പോ തുടങ്ങി, അവര് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ഇറങ്ങുന്നേ. എന്തൊരവസ്ഥ സമയം മാറിയും കൊണ്ടാണ് ഒരു മണിക്കൂർ ഇപ്പൊ പ്രൊമോട്ടായി. അപ്പൊ അതിന്റെ ആയിട്ട് നമുക്ക് അത് മാത്രമല്ല, ഇവിടെ ഇവരൊക്കെ രാത്രിയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പലതും ഓപ്പൺ ആവുന്നത്. ചില സ്ഥലങ്ങളൊക്കെ 8 മണിക്കാണ് തുറക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ച് കിടന്നുറങ്ങി, നമ്മൾ രാത്രി എണീറ്റ് ഒരു 6 മണി 7 മണിക്ക് എണീറ്റ് അല്ലെങ്കിൽ ഒരു 8 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി വന്ന് എന്നാലേ നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ബീച്ചിൽ ലൈറ്റ് കിട്ടൂലല്ലോ. എന്താ എല്ലാം കൂടെ വേണമെന്ന് പറഞ്ഞ നടപടിയാവോ? ഇല്ലല്ലോ. ഏത് കട എന്തോന്നടേ ഇത്? പക്ഷെ എന്റെ ദൈവമേ, തിളങ്ങി കിടക്കുന്ന നോക്ക്. എന്തോ ഇത്? പച്ച ഉടുപ്പിൽ വെളുത്ത മുത്ത് വെച്ച എന്റെ അടിപൊളി. ഇത് പൊളിച്ച് ഇത് നോക്കിക്ക്. എനിക്ക് ചൈനയിൽ ഞാൻ പണ്ട് ഇതുപോലത്തെ 2-3 ഷർട്ടൊക്കെ വാങ്ങിച്ചോണ്ട് എന്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മൊത്തം തിളങ്ങുന്ന കടയാണല്ലോ. ഇവിടെ മൊത്തം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സംഭവങ്ങളും. വാവ്, അടിപൊളി. ഇത് തന്നെ മൊത്തം എല്ലാ പരിപാടികളും തിളങ്ങുന്ന സാധനങ്ങൾ, തിളങ്ങുന്ന ഷൂ, തിളങ്ങുന്ന വസ്ത്രങ്ങള്. നൈസ്. ഈ ഒരു വീട് കണ്ടോ? ഇത് നമ്മുടെ സൗത്ത് ബീച്ചിൽ തന്നെ ബീച്ച് സൈഡിലുള്ള ഒരു വീടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നിങ്ങളെല്ലാവരും ഈ വെർസാച്ചെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ബ്രാൻഡാണ് വെർസാച്ചെ. ആ വെർസാച്ചെ ആ ഒരു ബ്രാൻഡിൻ്റെ മുതലാളിയായിട്ടുള്ള ആളുടെ വീടായിരുന്നു ഇത്. അപ്പോൾ പക്ഷേ ആ പുള്ളി ഈ വീടിൻ്റെ മുമ്പിൽ വെച്ച് ഇവിടെ വെച്ചാണ് മരണപ്പെട്ടതും. അപ്പോൾ ഈ വീട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിപ്പോ ഒരു ഹോട്ടലാണ്, റെസ്റ്റോറന്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ താമസിക്കാം. സാധാരണ ഒരു 3000 സംതിങ് ആണ് റേറ്റ് വരുന്നത്, ഡോളർ. അത്രേ ഉള്ളൂ. പീക്ക് ടൈം വരുമ്പോ 6000 7000 8000 ഒക്കെ വരും. ഈ എൻഡിയുണ്ട്. എൻഡി 2ാമത്തെ പടിയിലാണ് പുള്ളിക്കാരനെ പുറകിൽ നിന്ന് വെടിവെക്കുമായിരുന്നു പുള്ളിക്കാരനെ. ഇവിടാണ് പുള്ളി വീണ് കിടന്ന് മരിച്ചത്. അതുകൊണ്ട് മരിച്ചിട്ട് പുള്ളി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, വെടിവെച്ച ആള്. അതുകൊണ്ട് ആ പുള്ളിക്കാരന് വലിയ മാൻ ഹണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1-2 ആഴ്ചക്കുള്ളിലാണ് പുള്ളിക്കാരനെ ആളിനെ കോർണർ ചെയ്തു ഇവിടുത്തെ പോലീസുകാർ. അപ്പോഴത്തേക്കിന് പിന്നെ പുള്ളിക്കാരനെ പിടിക്കപ്പെടുമെന്നായപ്പോഴത്തേന് പുള്ളി ആത്മഹത്യ ചെയ്യുമായിരുന്നു, വെടിവെച്ച ടീം. എന്തുവാണ് സംഭവം ഏതാണെന്നൊന്നും ഇന്നും പുറത്തായിട്ടില്ല. ആള് ആത്മഹത്യ ചെയ്തേം കൊണ്ട് വെർസാച്ചെ പറഞ്ഞിട്ടും കാശുള്ളവരാന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ഒരു വെടി കൊണ്ടാ തീരാവുന്നല്ലേ ഉള്ളൂ അല്ലേ? നമ്മളെപ്പോ ആരെങ്കിലും വെടി വെച്ച് കഴിഞ്ഞാൽ ഈ വെടി എന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ചൊരു സംഭവം. നമുക്കറിയാം ഇതുവഴിയാ പാഞ്ഞു വരുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ നോക്കെടുത്തിട്ടുണ്ടോ? ഇല്ല. എടുത്തോ? നിങ്ങളെ വല്ല വേണ്ടെന്ന് പറഞ്ഞു. അങ്ങേര് നോക്കെടുക്കാൻ പോയതാ. ബീച്ചിലേക്കല്ലേ പോകുന്നതെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ് എടുത്തില്ല. എന്തിനാണ് സൗത്ത് ബീച്ചൊക്കെ അല്ലേ? ഞാൻ സാധാരണ ഫാമിലിയുമായിട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാരിങ് ആയിരിക്കും. പക്ഷേ ഇല്ല, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ കാണുന്നേ? അത് ചുമ്മാ ഫോട്ടോസ് ആണോ വെച്ചിരിക്കുന്നത്? ആണോ? അവരുടെ ഇതിന്റെ അകത്തെ സെറ്റപ്പ് ഒക്കെയാണ് ഈ കാണുന്നത് കണ്ടോ? പക്ഷെ ആ പുള്ളിയുടെ ഫോട്ടോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ലല്ലേ? അകത്ത് കയറണം, ചുമ്മാ നോക്കാം. വേണ്ട, എന്തിനാ, വേറെ പണിയില്ലേ? വാ, അടിപൊളി, നൈസ്. ആ പുള്ളിയുടെ ഫോട്ടോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ലല്ലേ? ആ പുള്ളി മരിച്ച് വീടിപ്പോ ഹോട്ടലാണ്. അവരുടെ ഫാമിലി ആണല്ലേ? അവര് തന്നെ ഓൺ ചെയ്യുന്നത്. ആണോ? എന്താ അല്ലേ സംഭവം? ആലോചിച്ച് നോക്കി. വെർസാച്ചെ പാലസ്. റോഡിലൂടെ കുറെ ആൾക്കാർ നടന്നു പോകുന്നു. വേറൊരു സാധനം കൂടെ തന്നെ പോകുന്നു. ഫുഡ് ഡെലിവറിയാണ് ആ സാധനം, കണ്ടില്ലേ? ഫുഡ് ഡെലിവറിക്ക് പോകുന്ന റോബോട്ടാണ്. റോഡിലൂടെ ആൾക്കാരുടെ ഒപ്പം നടന്നു പോകുന്ന റോബോട്ട്. കണ്ടാ എന്താ അല്ലേ പരിപാടി? പല രാജ്യത്ത് പോയിട്ട് പല ടൈപ്പ് റോബോട്ടുകളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും, ജപ്പാനിലൊക്കെ ഹോട്ടൽ റൂമിൽ കൊണ്ട് കൊടുക്കുന്ന റോബോട്ടുകളെ കണ്ടിട്ടുണ്ടെങ്കിലും, ഇങ്ങനൊരു റോഡിലൂടെ ഫുഡ് ഡെലിവറിക്ക് പോകുന്ന റോബോട്ടിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമേരിക്ക ഭയങ്കര മിടുക്കന്മാരല്ല ആ കാര്യത്തിലൊക്കെ.
സൈഡിൽ കൂടെ സൈലന്റ് ആയിട്ട് സൈലന്റ് ആയിട്ട് ആണല്ലേ കൊല പണ്ടേ ആണല്ലേ. ഞാൻ വിചാരിച്ചതൊക്കെ ചൈനയിലും ജപ്പാനിലൊക്കെ മാത്രമേ ഉള്ളൂ എന്ന്. അമേരിക്കയിലും ഉണ്ട് കേട്ടോ. ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. ഇന്ന് നമ്മൾ പാചകമാണ്. പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകം നളപാചകം. ഇന്ന് നമ്മൾ പാചകമാണ്. ഇന്ന് ഞങ്ങൾ അടുക്കള കയറിയുള്ള പരിപാടിയാണ്. അതാരും ദമയന്തി ദമയന്തിയായിട്ട് നമുക്ക് മീന ചേച്ചിനെ ആക്കാം. നമുക്ക് വേണമെങ്കിൽ ഫാൻസി ഡ്രസ്സ് കളിക്കാം. നളനുണ്ടല്ലോ. അപ്പോൾ ഇന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണേ. ഇത് കണ്ടു, ഇവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളുടെയും ഫ്രഷ്നെസ് നോക്കി. ഇലകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പാഴ്സലാണ് ഇത് കണ്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ മേളിൽ നിന്ന് വെള്ളം ചീറ്റുന്ന കേട്ടോ. ഓ, ഇത് ഗംഭീര പരിപാടി കേട്ടോ. ഇത് കൊള്ളാമേ. അതായത് ഈ ഓർഗാനിക് സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് നടക്കുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ ഇതിങ്ങനെ വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരിക്കും. വെള്ളം തെറിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കും. ആ ഇലകളൊക്കെ നോക്കി. ഇത് നമ്മുടെ പാഴ്സ്ലിയാണ്, പാഴ്സ്ലി ലീവ്സ്. പിന്നെ ഇത് സിലാൻഡ്രോ, പിന്നെ ഇത് പാഴ്സ്ലി ഇറ്റാലിയൻ, പിന്നെ ഇത് ദില്ലെന്ന് പറഞ്ഞൊരു സാധനമാണ്. ഒടുക്കത്തെ ഫ്ലേവറാണ് ഇതിന്. സലാഡ് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ ഇത് റാഡിഷ്, പിന്നെ ഇത് ഫെനൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് പിന്നെ റാപ്പിനി ബ്രോക്കോലി. ഇത് ബേബി ബ്രോക്കോലി എന്ന് പറയുന്ന സാധനമാണ്. ഞാൻ ഇതൊന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര അപൂർവമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. ചിലപ്പോൾ ചില സ്ഥലത്ത് കാണാം. ഇത് കണ്ടില്ലേ, ബേബി ബ്രോക്കോലി കണ്ടോ, ചെറിയ കുഞ്ഞു സാധനം. അതൊരു ടൈപ്പ് ഓഫ് ലീഫി ഐറ്റം ആണ്. പിന്നെ ലെറ്റ്യൂസ്, ഇത് നമുക്ക് കിട്ടും ലെറ്റ്യൂസൊക്കെ. പിന്നെ ഭയങ്കര മോശമല്ലേ ചെയ്യുന്നത്? എന്തുവാ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാതാപിതാക്കളുടെ കൂടെ വളരേണ്ട സമയത്തിന് മുമ്പ് അതിനെ കണ്ടിച്ച് കൂടെ കൊണ്ടുവെക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് അതിപ്പോ പിള്ളേരെ ഹൗസിൽ ഇടുന്ന പോലല്ലേ. അത് ശരി, കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നിങ്ങള് മറ്റേ മുട്ടനാടിനാണോ ഇഷ്ടം, ചെറിയ കുഞ്ഞാടിനാണോ ഇഷ്ടം? ഏതാടിനാണ് ഇഷ്ടം? എനിക്ക് ബിരിയാണി ഇഷ്ടം. ബിരിയാണി. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ബീട്രൂട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, എത്ര ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്. ഇതിങ്ങനെ വെള്ളം ചീറ്റുന്നതുകൊണ്ട് ഇതിങ്ങനെ ഫ്രഷായിട്ടിരിക്കും. പിന്നെ ഈ കാണുന്ന സംഭവങ്ങൾ, ഇത് ഒണിയൻ, ഇത് കണ്ടില്ലേ, മറ്റേ ഒണിയൻ ഗ്രീൻ സാലഡ്. പിന്നെ പ്രോഡക്റ്റ് ഓഫ് ഗോട്ടമില എന്ന് പറഞ്ഞുകൊണ്ട് ഗോട്ടമിലയിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ക്യാബേജ്. ഇതാണ് ആർട്ടിചോക്സ് എന്ന് പറയുന്നത്. കണ്ടില്ലേ എനിക്ക്, ഇത് ആർട്ടിചോക്ക്. ഇത് ശരിയാണ്, അത് ചില സമയത്ത് ബിസിനസ് ക്ലാസ്സിലെ ഫുഡ് മെനുവിൽ ഈ പ്രോഡക്റ്റ് കിട്ടാറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ അസ്പാരഗസ് ഒക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പയറൊക്കെ ചുറ്റി വെച്ചിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് $5 ഇതിന്. ഇതെല്ലാം ഓർഗാനിക് സാധനങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചി, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ പല സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോഴും ഈ ബീട്രൂട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ. ബീട്രൂട്ട്, പിന്നെ ബീട്രൂട്ടിൻ്റെ ലീഫ്. ഇത് ബീട്രൂട്ട് ലീഫാണോ? അല്ല, ഓർഗാനിക് ചാഡ് റെയിൻബോ എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടിട്ട് ബീട്രൂട്ട് ലീഫാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാം. എന്തൊക്കെയാണ് ഇനി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഈ സാധനം, ബെൽ പെപ്പേഴ്സ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പിന്നെ നമുക്ക് മറ്റേ പെപ്പേഴ്സ്, കരീബിയൻ ചില്ലി പെപ്പേഴ്സ്, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രോഡക്റ്റ് എന്നും പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഇതാണ് പെപ്പേഴ്സ്, ഹലപ്പിനോ പെപ്പർ കണ്ടോ. ഇതാണ് ഹലപ്പിനോ പെപ്പർ. പിന്നെ ഇത് ഹബനേറോ പെപ്പർ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെപ്പേഴ്സ് കാണാം. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഡെലീഷ്യസ്ലി സ്വീറ്റ് പെപ്പർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതും മറ്റേ ചെറിയ ഉണ്ട ക്യാപ്സിക്കം, ഉണ്ടമുളക് എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ സാധനം. പിന്നെ ഇത് കോവയ്ക്കാണ് കേട്ടോ. കോവയ്ക്കല്ല, ടൈനി കുക്കുംബേഴ്സ്. കോവയ്ക്കാണോ ബേസിക്കലി? യെസ്, അല്ല, ഇത് ടൈനി കുക്കുംബേഴ്സാണ്, കോവയ്ക്കല്ല, ടൈനി കുക്കുംബേഴ്സ്. ഇതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാലപ്പീനോസ്. പിന്നെ ഇത് ഷിഷിറ്റോ പെപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ഇത് ബട്ടർ ഹെഡ് ലെറ്റ്യൂസ്. അങ്ങനെ പല ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്കിവിടെ കാണാം. പിന്നെ സുക്കിനി, പിന്നെ വേറെന്താ, അസ്പാരഗസിൻ്റെ കുറേ ടൈപ്പ് ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട്. പിന്നെ നല്ല അടിപൊളി ഗ്രീൻ ബീൻസ്. ഇതെന്തായിട്ടും ഇത് ചെസ്നട്ട്സ് ആണ്. അതെ, ചെസ്നട്ട്സ് ആണ് കണ്ടോ. ചെസ്നട്ട് ഇരിക്കുന്നുണ്ടോ, പൈനാപ്പിൾ വെച്ചിരിക്കുന്നത് കണ്ടോ നോക്കി. ഓ, അടിപൊളിയായിട്ട്. അതും നല്ല അടിപൊളി, നല്ല കിടിലം പൈനാപ്പിൾ. പിന്നെ തക്കാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി പോലത്തെ തക്കാളി ഇഷ്ടം പോലെ ഉണ്ട്. നല്ല തക്കാളിപ്പഴം പോലെ, പൂവമ്പഴം പോലെ ഇരിക്കുന്ന തക്കാളികൾ. വലുത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തക്കാളിയാണ്. അതായത് ഈ ഓരോ ഡിഷ് ഉണ്ടാക്കാനും ഓരോ പ്രത്യേകം ടേസ്റ്റിലുള്ള തക്കാളി ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ തക്കാളി ഉപയോഗിക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് വേറെ ടൈപ്പ് തക്കാളി വേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേ ഓരോ ഇപ്പം ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വേറെ തക്കാളി. അങ്ങനെ ഓരോ തക്കാളിക്കും ഓരോ ടേസ്റ്റും ഓരോ ഗുണങ്ങളും ഉണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ഗ്രേപ്പ് ടൊമാറ്റോസ് എന്ന് പറഞ്ഞ് കുഞ്ഞി ടൊമാറ്റോസ് ഉണ്ടാവും. പിന്നെ ഇത് വേറെ ഒരു കമ്പാരി എന്ന് പറഞ്ഞ തക്കാളി. അപ്പോൾ അങ്ങനെ തക്കാളിയിൽ തന്നെ പല വെറൈറ്റി തക്കാളി. പിന്നെ നമ്മുടെ പച്ചത്തക്കാളി മധുരമായിരിക്കും അല്ലേ. പിന്നെ ഇത് നമ്മുടെ പച്ചത്തക്കാളി.
പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ചില സമയത്ത് ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തക്കാളി. പച്ചത്തക്കാളി പോട്ടെ, പഴുത്ത തക്കാളി വരട്ടെ, മേലപ്പുറമിലാണ് ജഗതി പറയത്തില്ലേ, അതെ, പച്ചത്തക്കാളി പോട്ടെ. ഓക്കെ, ഇത് ബേസിൽ ലീവ് ആണോ? ആണല്ലേ. ബേസിൽ ലീവ്സ് ഇതേപോലെ ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഗാർഡനിൽ വെക്കാം, വേണമെങ്കിൽ അതിൽ നിന്ന് പറിച്ച് എടുക്കാം, അങ്ങനെയുള്ള പരിപാടികൾ. നമ്മുടെ നാട്ടിലെ പച്ചത്തക്കാളി ചെറുതാണെങ്കിൽ ഇവിടുത്തെ പച്ചത്തക്കാളി നല്ല വലിയ തക്കാളിയാണ്. ബീഫ് സ്റ്റേക്ക് ടൊമാറ്റോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ പ്ലം ടൊമാറ്റോ. ഓരോ ടൊമാറ്റോയ്ക്കും ഓരോ ഡിഫറെൻറ്റ് പേരുകളുണ്ട്. ഇത് ടൊമാറ്റോസ് ഓൺ ദ വൈൻ, പിന്നെ വൈൻ റൈപ്പ് ടൊമാറ്റോസ്, അങ്ങനെ എല്ലാത്തിനും പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള, അതും ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇന്ത്യൻ സവാള എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയ വേർഷനാണ്. ചില സമയത്ത് ഈ കാണുന്ന സാധനവും വരും. ഇപ്പോൾ ഇത് യെല്ലോ ഒനിയൻസ് ആണ്, ഇത് വൈറ്റ് ഒനിയൻസ് ആണ്. ഇപ്പോൾ ഈ തായ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് വൈറ്റ് ഒനിയൻസ് ആയിരിക്കും ടേസ്റ്റ് വരിക. നമ്മുടെ ഇന്ത്യൻ ഫുഡിന് നമുക്ക് ശരിക്കും റെഡ് ഒനിയൻസ് ആയിരിക്കും ടേസ്റ്റ് വരിക. പിന്നെ ഇത് സ്വീറ്റ് ഒനിയനാണ്, ഇതിന് മധുരമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയും കറികളും ഈ ഒനിയൻ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് വരില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോസ്, പിന്നെ സാധാരണ പൊട്ടാറ്റോസ്, പിന്നെ ഇവിടെ കപ്പയുണ്ട്, അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് പൊട്ടാറ്റോസ്. ഇത് യെല്ലോ ഓണിയൻസ്. ഇത് ഒനിയൻസ് ആണ്. ഒനിയൻ ഉണ്ട്, പിന്നെ പൊട്ടാറ്റോ ഉണ്ട്. ഇതിങ്ങനെ പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വരുന്ന പൊട്ടാറ്റോസും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ പൊട്ടാറ്റോസ്, പിന്നെ ബേബി പൊട്ടാറ്റോ, പിന്നെ എന്തല്ലേ എന്തൊക്കെ സാധനങ്ങളല്ലേ. ഗോൾഡ് പൊട്ടാറ്റോ, ഇത് മറ്റേ ഇതും റെഡ് കളറിലെ പൊട്ടാറ്റോ. അങ്ങനെ പൊട്ടറ്റോയിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാധനങ്ങളാണ് ഇരിക്കുന്നത്. എൻ്റെ പൊന്നു, ഇത് കണ്ടോ, ഈ കാർവിയനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് മത്തങ്ങയാണ് കേട്ടോ. ചെറിയ കുഞ്ഞ് പൈ ഉണ്ടാക്കുന്ന മത്തങ്ങ, ചെറിയ കുഞ്ഞു മത്തങ്ങ. ഇത് കണ്ടില്ലേ, ചോപ്ഡ് ബേസിൽ, ചോപ്ഡ് പാഴ്സ്ലി. നമ്മൾ നേരത്തെ കണ്ട ഫ്രഷ് ഇലകളെല്ലാം ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്ത് ഡപ്പയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേസ്റ്റ് ഉണ്ട്, മിൻസ്ഡ് ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, ലെമൺ ഗ്രാസ് പേസ്റ്റ്, പിന്നെ സൂപ്പ് മിക്സ്. അത് വാങ്ങിച്ച് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സൂപ്പ് മിക്സ്. പിന്നെ അത് തന്നെ ഇവിടെ ഡിഫറെൻറ്റ് രീതിയിൽ, ഇതൊക്കെ ഫ്രഷ് ആണ് കേട്ടോ, ഫ്രഷ് ലീവാണ്. ഫ്രഷ് ലീഫ് ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ വെച്ചിരിക്കുന്നു. പിന്നെ കുഞ്ഞ് ക്യാരറ്റ് കണ്ടോ, ബേബി ക്യാരറ്റ് പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു. അത് തന്നെ പല ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവരുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ കിളി പോവും ഓരോരോ സാധനങ്ങൾ. ഇത് മറ്റേ ഗോക്കമേള, അത് തന്നെ ഗോക്കമേള തന്നെ മീഡിയം, ക്ലാസിക്, മൈൽഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പല ഫ്ലേവറിൽ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വേറൊരു സംഭവം കിട്ടും. ഇത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സലാഡ് ഉണ്ടാക്കണം, ഇപ്പോൾ ആ സലാഡിൻ്റെ കിറ്റ് കിട്ടും. അത് വാങ്ങിച്ച് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയി പാത്രത്തിനായിട്ടിട്ട് സെറ്റാക്കി ഉപയോഗിക്കാവുന്നതാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന സോസുകളും ബാക്കിയുള്ള പരിപാടികളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആ ഒരു ചോപ്ഡ് കിറ്റാണ്. ഇത്തരത്തിലുള്ള സാലഡ് കിറ്റ് ഉണ്ടാവും. ഇതെല്ലാം ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ക്രൂട്ടോൺസ് വരെ ഉണ്ടാവും. ഓ ശരി, അതായത് മറ്റേ ആ ബ്രെഡ് ക്രംസ് പോലത്തെ സാധനം അല്ലേ. സീസർ സലാഡ്, പിന്നെ ഇറ്റാലിയൻ ബൽസാമിക്, ബേക്കൺ സീസർ, അങ്ങനെ ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള ഐറ്റംസ് ആണ്. പിന്നെ മീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം പല ടൈപ്പ് കാലുകളും പല ടൈപ്പ് കൈകളും ബാക്കിയുള്ള സംഭവങ്ങളും. പിന്നെ ഇതൊക്കെ മറ്റേ സ്റ്റേക്കിന് ഭാഗത്തിനുള്ള സ്റ്റേക്ക് കട്ട്. അടിപൊളി സ്റ്റേക്ക്, പല, അതായത് ബീഫിൻ്റെയും പോർക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ പല ഭാഗങ്ങൾ പല രീതിയിൽ കട്ട് ചെയ്ത് സ്റ്റേക്കൊക്കെ ഉണ്ടാക്കാനും അങ്ങനെ പല രീതിയിൽ കട്ട് ചെയ്ത് നല്ല കിടുക്കാഴ്ചയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടീബോൺ സ്റ്റേക്കിൻ്റെ ഒരു പീസാണ് ആ കാണുന്നത് കണ്ടോ. അത് വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ കൊണ്ട് സ്റ്റേക്ക് ഉണ്ടാക്കാം. ഞങ്ങൾ ആ കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഏകദേശം ഒരു $140 സാധനമുണ്ട്. ഇത് ഒരു മിനിറ്റ് നിർത്തിക്ക്. എത്ര കവറായിട്ടിരിക്കുന്നതെന്ന് നോക്കി. 1 2 3 4 5. അതായത് ഈ കവറൊക്കെ അവർ തന്നെ നമ്മുടെ സാധനങ്ങൾ കവറിനകത്തിട്ട് റെഡിയാക്കി തരും. കവറിനൊന്നും എക്സ്ട്രാ പൈസ ഒന്നുമില്ല. ഇല്ലല്ലോ, ഇല്ല, കവറിനൊന്നും എക്സ്ട്രാ പൈസ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ കവറിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കുക. കവർ കിട്ടാൻ തന്നെ ഇല്ല പ്ലാസ്റ്റിക്. ഇത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്, അങ്ങനെ എന്തോ പ്ലാസ്റ്റിക് അല്ലേ, അതിനൊന്നും എക്സ്ട്രാ പൈസ ഇല്ല. ഈവൻ യൂറോപ്പിൽ പോയാൽ പോലും ഈ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒന്നാമത് അവന്മാർ ഭയങ്കര റൂഡാണ്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ കവറൊന്നും കിട്ടുകയില്ല. പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്തത്. അവർ തന്നെ എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അവർ തന്നെ എല്ലാം കവറിലാക്കി സെറ്റാക്കി തരും. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് കേട്ടോ, വ്യത്യാസമുണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് മൊത്തത്തിൽ US ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു വൈബാണ്. യൂറോപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് US തന്നെയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകാൻ ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് ബെസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യത്തിൽ. ഞാൻ യൂറോപ്പ് മൊത്തം ട്രാവൽ ചെയ്ത ആളാണ്. സോ എനിക്കറിയാം യൂറോപ്യൻ കൾച്ചർ എന്താണെന്നുള്ളത്. US ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇതുവരെ വന്നതിൽ വെച്ചിട്ടും ട്രാവൽ ചെയ്ത് വെച്ചിട്ടും US അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് നമ്മളിതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട്
ഇന്ന് നമ്മൾ ഫുള്ള് ഗ്രില്ലും പരിപാടികളൊക്കെയാണ്. എന്താ ഞാനാ പറഞ്ഞ നമുക്ക് വീട്ടിൽ പോയി കുക്ക് ചെയ്യാതെ, പുള്ളിക്ക് കുക്ക് ചെയ്യുന്ന പരിപാടികളൊന്നും വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. താല്പര്യമില്ലാത്ത വേറെ നമ്മുടെ തലയിലിരിക്കും, അതുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാന്നേ. വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്കും ചക്കയുടെ മണം, പഴുത്ത ചക്കയുടെ മണം. വണ്ടിക്കകത്ത് ഒരു പഴുത്ത വണ്ടി ടെസ്ല മൊത്തം ചക്കയുടെ മണമായി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കള്ളിൻ്റെ ഡെക്കാത്ലോണിലാണ്. നോക്കി, നമ്മൾ ഐക്കിയൊക്കെ പോലെ തന്നെ ഇത് മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ദുബായിലൊക്കെ ഉള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. പക്ഷേ ഇത് എൻ്റയർലി മദ്യ ഷോപ്പാണ്. കണ്ടില്ലേ, വലിയൊരു ലിക്കർ സ്റ്റോർ. ഇത് മൊത്തം മദ്യമാണ് ഇവിടെ. എൻ്റെ പൊന്നെ, എന്തോന്നടേ ഇത് കണ്ടോ, മേളിലിരുന്ന ഒരു പെട്ടിക്കകത്ത് നിന്ന് നമുക്ക് വേണ്ടി ഒരു കുപ്പി എടുത്ത് തരുവാണ് പുള്ളി. അതൊക്കെ ഇതിൻ്റെ എക്യുപ്മെൻ്റ് എന്നൊക്കെ നോക്കി എൻ്റെ പരിപാടിയാണത് കേട്ടോ. ഇപ്പം പുള്ളി അത് താക്കുവേ, ആ കുപ്പിക്കകത്ത് ആ സാധനത്തിൽ നിന്ന് പുള്ളി അത് എടുത്തു. അത് എടുത്തിട്ട് കേട്ടോ പുള്ളി അത് താത്തു. ആണല്ലേ, എന്ത് സിമ്പിൾ പരിപാടിയാണ് നോക്ക്. ഇറ്റ്സ് നൈസ്. അതിനിടയ്ക്കൂടെ പുള്ളി അത് കൊണ്ടുപോയി നോക്കി. അതായത് ഇവിടെ ഇരിക്കുന്ന ഓരോ മദ്യത്തിൻ്റെയും പെട്ടികൾ മേളിലിരിപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ താഴെ ഇല്ലെങ്കിൽ മേളിൽ നിന്ന് അവർ എടുത്തു തരും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇവിടെ അത്യാവശ്യം നല്ല ചീപ്പാണ്. ഇവിടെ ചീപ്പെന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ലേബിളൊക്കെ $200, $190, $180 ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് മറ്റേ ദീപാവലി എഡിഷൻ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മിശ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ദീപാവലി എഡിഷൻ കുപ്പി. ആജ് കി റാത്ത് ഇധർ ഹേ യേ മേരാ ये ट्रिप में अमेरिका के का कोका लास्ट അവസാനത്തെ രാത്രിക്ക് എന്നാ പറയുന്നത്? आप अच्छा तरफ हिंदी बोलते हैं? അങ്ങനൊന്നുമില്ല. ആഖിരി രാത് അമേരിക്ക में मतलब इस टूर का यस जो भी अभी आज हम घर में ग्रिल बना के അങ്ങനല്ലേ പറയണ്ടേ? എന്തെങ്കിലും ആണ്, ഒന്നുമില്ല. ഇന്ന് നമ്മളെ തിരിച്ച് നാട്ടിൽ പോകുന്നതിന് മുമ്പ് 2 മാസമായി ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അതിന് മുമ്പുള്ള അമേരിക്കയിലെ അവസാനത്തെ ദിവസം. ഇനി ഞാൻ അടുത്ത വർഷം വരുള്ളൂ കേട്ടോ, ഈ വർഷം വരത്തില്ലേ. ഈ വർഷം ഇല്ല, ഇനി അടുത്ത കൊല്ലം വരുള്ളേ. 1 വർഷത്തിന് ശേഷം അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഗ്രില്ല് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ടേ. ഈ സാധനം ഞങ്ങളൊരു 3 പേര് പിടിച്ചാലും അത് അവിടെ നിന്ന് എടുത്ത് താഴെ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് അത്രയും വെയിറ്റ് ഉള്ള സാധനമാണ്, ഘനഗംഭീര സാധനമാണ്. അതിൻ്റെ അങ്ങനത്തെ സാധനമാണത്. അപ്പോൾ ഇതിന് വെയിറ്റ് ഇല്ല, ഇത് വെക്കാം. ഓ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, എൻ്റെ അമ്മേ. അപ്പോൾ ഇത് ഈ ചക്രം ഉള്ളതുകൊണ്ട് ഇത് ഉരുളും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് കത്തിച്ച് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ബിഗ് ബ്ലോക്ക് ചാർക്കോൾ. ഓക്കെ, ഈ കമ്പനിയുടെ തന്നെ ചാർക്കോൾ ആവും. അപ്പോൾ ഇതെന്താ സാധനം? ഇത് സ്റ്റാർട്ടർ. സാധാരണ എല്ലാവരും ഈ ലൈറ്റർ ഫ്ലൂയിഡ് എന്തെങ്കിലും പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടിയിടും. നമ്മൾ അത് ചെയ്തില്ല. ഒഴിച്ചിട്ടുണ്ട്. അയ്യോ, അത് നമ്മുടെ ഇറച്ചി. ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഇത് കണ്ടോ, ഇത് ഇവിടെ ഒരെണ്ണം വെക്കും. ഇതൊരു സൈസ് പുല്ല് പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ വെച്ചിട്ട് ഇപ്പം ഇവിടെ നടുക്ക് നമ്മൾ ഈ സാധനം എടുക്കും. അതിനൊന്ന് കൊടുക്കും. അതെനിക്ക് തോന്നുന്നു അതിൽ മെഴുകു പോലെ എന്തോ സാധനം കേട്ടോ. അതാണ് അതവിടെ നിന്ന് കത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കെമിക്കൽസ് ഒന്നും നമ്മുടെ വയറ്റിലോട്ട് പോകുന്നില്ല, ചെല്ലത്തില്ല. ഓക്കെ, നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇത്തവണ തിരിച്ച് നാട്ടിൽ പോകും. അതിനുശേഷം എനിക്കിങ്ങനെ കാനഡ വിസ അടിക്കാൻ കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും കാനഡ വിസ അടിച്ച് കിട്ടാനായിട്ട്. അപ്പം മിക്കവാറും 1.5 മാസമൊക്കെ എടുക്കുമെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയാണ് ആ സമയത്ത് നാട്ടിലുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത യാത്രകൾ തുടങ്ങാൻ പറ്റുള്ളൂ. സോ ഇത് തന്നെ പരിപാടി. കൂടി തള്ളെന്ന് പറയത്തില്ലേ? അങ്ങനെ സംഭവം. കൂടി ഒരു തള്ളം. ഓ, അത് ചൂടാക്കി ഇങ്ങനെ കത്തിക്കുന്ന പരിപാടി അല്ലേ? ഓക്കെ, അത് ശരി, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ചേച്ചി ടവലൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. ഇന്ന് പൂളിൽ ഇറങ്ങാൻ പോകണം. തണുപ്പാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അതിനിടയ്ക്ക് പിന്നെ അടുത്ത വർഷം നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അടുത്ത വർഷം ആവുന്നു. അടുത്ത വർഷം നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. നമുക്ക് ഇതിന്റെ ഹീറ്റ് നമുക്ക് ഇതുണ്ട്. ഈ ഗേജിൽ അറിയാൻ പറ്റും. ഇതിന്റെ ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേളത്തെ സാധനം ഇങ്ങനെ കറങ്ങും. അതുകൊണ്ട് ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റും. അപ്പം അതുപോലെ ഈ താഴെ കണ്ടു ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, കണ്ടോ? ഇതുണ്ട്. ഈ വിൻഡോ ഈ സാധനവും വെച്ച് നമ്മൾ ഈ തുറക്കുന്ന ഇതിന്റെ വലിപ്പ വ്യത്യാസം വ്യത്യാസം വെച്ചിട്ടാണ് എയർ കയറുമല്ലോ, ഓക്സിജന്റെ കയറി അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. ചൂടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ട് കയ്യിൽ നിന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങി. ഓക്കെ, വെരി ഫാസ്റ്റ്. ദാറ്റ്സ് നൈസ്, കൊള്ളാം. എന്നിട്ട് അടുത്ത വർഷം നമ്മൾ വന്നിട്ട് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ
നോർത്ത് അമേരിക്ക ബാക്കി രാജ്യങ്ങളെല്ലാം തീർക്കും. അത് കഴിഞ്ഞ് സൗത്ത് അമേരിക്ക, അതൊക്കെയാണ് പരിപാടികൾ. പിന്നെ ബാക്കി ഇനിയിപ്പോൾ എന്തായാലും അതിനുശേഷം പിന്നെ വിൻ്റർ കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കിയുള്ള അമേരിക്കൻ രാജ്യങ്ങളിലെ അമേരിക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുള്ളൂ. യെസ്, പഴശ്ശിയുടെ യുദ്ധം. കാരണം നമ്മൾ അമേരിക്കയുടെ ഒരു സൈഡ് മാത്രം തീർത്തിട്ടുള്ളൂ, അവിടെ ഒരു സൈഡ് പോലും ആയിട്ടില്ല. അതായത് ബോസ്റ്റൺ മുതൽ താഴെ നമ്മൾ മയാമി വരെ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അമേരിക്കയുടെ മധ്യഭാഗം കിടക്കുന്നു, അപ്പുറത്തെ ഭാഗം കിടക്കുന്നു. ലോസ് ഏഞ്ചൽസ്, വാഷിങ്ടൺ അല്ലല്ലോ, ലോസ് ഏഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ, പിന്നെ സിയാറ്റില്. തീരൂല കഴിച്ചത് ഒരു 3-4 കൊല്ലം ട്രാവൽ ചെയ്താലും തീരാത്തത്ര സംഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. അതൊക്കെ പിന്നെ അടുത്ത വർഷം പരിപാടി. പിന്നെ കാനഡ പോകണം. അങ്ങനെ പഴശ്ശിയുടെ യുദ്ധം കാനഡ നടന്നു അമേരിക്കയിൽ നിന്ന് നടന്ന് കാനഡയ്ക്ക് പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പഴശ്ശിയുടെ യുദ്ധം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് മണമുണ്ടല്ലേ. നമ്മൾ 3 ഫിഷ് വാങ്ങിച്ചായിരുന്നു. എന്ത് ഫിഷായിരുന്നു? തിലാപ്പിയുടെ 3 തിലാപ്പിയുടെ ഫിലയാണേ. അത് ഫ്രഷ് കട്ടാണ്. നമ്മളത് ക്ലീൻ ചെയ്യുക പോലും വേണ്ട, അതേപോലെ കൊണ്ടുവന്ന് ചുമ്മാ ഒന്ന് പൈപ്പിൻ്റെ അടി പിടിച്ച് കഴുകിയെടുത്ത് അതിൻ്റെ മുകളിൽ മഞ്ഞൾ പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രം നാരങ്ങ കൂടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സിമ്പിൾ മാരിനേഷൻ. അങ്ങനെ നമ്മുടെ മത്സ്യം ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. ആ മത്സ്യം ചുട്ടെടുത്തിട്ട് അതിൻ്റെ മേളിൽ ഒരു ഇച്ചിരി ചാറ്റ് മസാലയൊക്കെ ഇട്ട് വിതറി നമ്മളെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാറ്റ് മസാല എങ്ങനെയുണ്ട്? ആ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? യു ലൈക്ക് ഇറ്റ്? ഏത് സാധനം? എന്താ സാധനം ഇത്? നമ്മുടെ പണ്ട് ഈ കൊല്ലന്മാരുടെ ആലയിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതിനകത്ത് തീ ഊതി ആറ്റി കത്തിക്കണമെന്ന് വരില്ല, ഊതി വെക്കാൻ വേണ്ടിയുള്ള സാധനമായത്. ബ്ലോവർ, നമ്മുടെ ബ്ലോവർ ഇല്ലേ, ഞങ്ങൾ വിസറി എടുത്ത് വീശും. നമ്മുടെ ഓൾഡ് സ്കൂൾ സാധനമാണ് ബ്ലോവർ. ഞങ്ങൾ വിസറി ഇല്ലേ, വിസറി എടുത്ത് വീശും, കാർഡ്ബോർഡിന്റെ പേപ്പർ എടുത്ത് വീശും. ഞാൻ ചാടാൻ എനിക്ക് കോഴി അടുപ്പേ ഇരിക്കുന്നത്. തിലാപ്പിയ ഗ്രില്ലൊക്കെ കഴിഞ്ഞ് ഒരാള് തിലാപ്പിയ സന്തുലിതാവസ്ഥയിലാണ്. അതെ ബേൺ ചെയ്യാൻ ഇറങ്ങിയ, കാലറി ബേൺ ചെയ്യാൻ ഇറങ്ങിയതാ. എന്നാലേ ചിക്കൻ പോവുള്ളൂ. ഫിഷ് കഴിച്ച് ചിക്കൻ കഴിക്കാനുള്ള കാലറി ഇത് എനർജി വേണമെന്നുണ്ടെങ്കിൽ കഴിച്ച് ബേൺ ചെയ്യണം. പിന്നെ നമുക്ക് ഈ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ഏതാ? അതെ എന്തായാലും ബാലൻസ് ചെയ്യണം. വരുന്നോ? ഇറങ്ങി എന്തായി? ചിക്കനായി. നമ്മൾ ഇത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ? ഇത്ര വാങ്ങിച്ചിട്ടുള്ളൂ, മതിയല്ലോ, ധാരാളം. നമ്മൾ ജ്യൂസി ആവോ? ഇതിപ്പോ സെറ്റാണ്. പറക്കുന്ന ചിക്കൻ ഇതിപ്പോ സെറ്റാണ്. ഈറ്റബിൾ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ചുയി ചിക്കൻ അടിപൊളിയാണല്ലോ. ചേച്ചി എത്ര ഭാഗ്യവതിയാണെന്നറിയോ? ഇത്ര നല്ല ഭർത്താവ് അല്ലേ? നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഭർത്താവ്. തനി മലയാളി, കുഴപ്പമില്ല. നമ്മള് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ യൂസഫ് അലിഖാനോട് ചോദിച്ചാൽ അങ്ങനെ പറയത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ ഡയലോഗ് അല്ലേ? അല്ലേ? ഞാൻ പറയാനുള്ള ഡയലോഗാണല്ലോ. ആണല്ലേ? അതിപ്പോ യൂസഫ് ബയോട് ചോദിച്ചാലും കച്ചവടമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടിപൊളിയൊക്കെ പോകുന്നതേ പറയുള്ളൂ. സൂപ്പർ അല്ലേ? ഭർത്താവിന്റെ കാര്യമാണോ പറഞ്ഞത്? രണ്ടും ഹാപ്പി ആയില്ലേ?